Hey people, welcome to a new video. ഇന്നത്തെ വീഡിയോയിൽ ഒരു ബിഗിനർ ആയിട്ടുള്ള ഗോൾ കീപ്പറിനെ ബേസിക് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അതിനുവേണ്ടി നമുക്ക് നമ്മുടെ ഗോൾ കീപ്പർ അസ്രുവിനെ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യാം. ഹായ് ഗൈസ്, കുറേ കാലങ്ങൾക്ക് ശേഷം ഞാൻ വീഡിയോയിലേക്ക് വീണ്ടും തിരിച്ചു വന്നിരിക്കുകയാണ്. അപ്പോൾ ഞാനായിരിക്കും ഇന്ന് നിങ്ങളുടെ കോച്ച്. സോ ഈ വീഡിയോ തീരുമ്പോഴേക്കും ഞാൻ നിങ്ങളൊരു അടിപൊളി കീപ്പറാക്കി മാറ്റും. കൂടെ എന്നെയും. സോ അസ്രുവിടെ ആക്ച്വലി അക്കാഡമിയിലൊക്കെ ഗോൾ കീപ്പർ കോച്ചായിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. സോ പുതുതായിട്ട് ഒരാൾ അക്കാഡമിയിൽ ഗോൾ കീപ്പർ ആയിട്ട് ട്രെയിനിങ്ങിന്റെ ആവശ്യത്തിന് വരികയാണെന്നുണ്ടെങ്കിൽ അസ്രു എന്തൊക്കെ ടിപ്സ് ആണ് കൊടുക്കുക എന്നുള്ളത് നമുക്ക് അസ്രുനോട് തന്നെ ചോദിച്ചറിയാം. ആദ്യം അതിനോടൊരു ഇൻട്രസ്റ്റ് വേണം. ഇൻട്രസ്റ്റ് ഇല്ലാതെ നമുക്ക് ഒരിക്കലും ഒരു മേഖലയിലും എത്തിപ്പെടാൻ പറ്റില്ല. അപ്പോൾ ഫുട്ബോൾ ആയിക്കോട്ടെ, വേറെ എന്ത് സംഭവങ്ങളായിക്കോട്ടെ, പക്ഷേ നമുക്ക് ഒരിക്കലും അതിനോടൊരു ഇഷ്ടമില്ലാതെ നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റില്ല. ഇപ്പോൾ സ്വാഭാവികമായിട്ടും ഇപ്പോൾ നമ്മുടെ അക്കാദമിയിൽ ഒരു കുട്ടി വന്നിട്ട് എന്താ പറയുക, ആദ്യം കീപ്പറാന്ന് പറയും. പിന്നെ അതിൻ്റെ റിസ്ക്കും കാര്യങ്ങളും കാണുമ്പോൾ നേരെ ഞാൻ മറ്റേതിലേക്ക് മാറാമെന്ന് പറയുന്ന ഒരു സിറ്റുവേഷൻ ഞാൻ എപ്പോഴും കാണുന്നതാണ്. സോ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ കീപ്പർ ആവാൻ ആദ്യം വേണ്ടത് ഇൻട്രസ്റ്റ് ആണ്. സോ ഇനി ഏതായാലും നമുക്ക് ഇമ്പോർട്ടൻറ്റ് ടിപ്സിലേക്കും അതുപോലെ തന്നെ ഡ്രിൽസിലേക്കും കടക്കാം. സോ ഇന്നത്തെ സെഷൻ നമുക്ക് 2 ഘട്ടമായിട്ട് തരംതിരിക്കാം. ഒന്നാമത്തത് വാമപ്പ്. അപ്പോൾ വാമപ്പിന്റെ ഇമ്പോർട്ടൻസ് എല്ലാവർക്കും അറിയുമെന്ന് വിശ്വസിക്കുന്നു. അത് ഏത് സ്പോർട്ടാണെങ്കിലും ഏത് പൊസിഷൻ ആണെങ്കിലും നമ്മൾ ഫുൾ ബോഡി വാമപ്പ് ചെയ്തിട്ട് ഇറങ്ങാൻ പാടുള്ളൂ. സോ ഗോൾ കീപ്പേഴ്സിന് ആവശ്യമായിട്ടുള്ള വാമപ്പ് സെഷനാണ് നമ്മളിനി കാണിച്ചു തരാൻ പോകുന്നത്. സോ ഫസ്റ്റ് നമ്മൾ നമ്മുടെ റിസ്റ്റ് റൊട്ടേറ്റ് ചെയ്തിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ക്ലോക്ക് വൈസ് അതുപോലെ തന്നെ ആൻറ്റി ക്ലോക്ക് വൈസ്. പിന്നെ നമ്മൾ നമ്മുടെ നക്കിൾസ് ബ്രേക്ക് ചെയ്യുന്നു, നക്കിൾസ് പ്രിപ്പയർ ചെയ്യുന്നു. അത് കഴിഞ്ഞ് നമ്മുടെ ഷോൾഡറിലാണ്. ഇത് നമ്മൾ ക്ലോക്ക് വൈസ് ചെയ്യുന്നു, അതുപോലെ തന്നെ ആൻറ്റി ക്ലോക്ക് വൈസും ചെയ്യുന്നു. പിന്നെ നമ്മൾ നമ്മുടെ ഷോൾഡർ സ്ട്രെച്ച് ചെയ്യുന്നു, അതുപോലെ തന്നെ ഓപ്പോസിറ്റ് ഷോൾഡറും. പിന്നെ നമ്മൾ നമ്മുടെ ബാക്ക് സ്ട്രെച്ച് ചെയ്യുന്നു, 2 സൈഡും ചെയ്യണം. നമ്മൾ കാഫ് സ്ട്രെച്ച് ചെയ്യണം. അതുപോലെ തന്നെ നമ്മുടെ ലോവർ ബാക്കും സ്ട്രെച്ച് ചെയ്യണം. അതുപോലെ തന്നെ സൈഡിലും മറ്റേ സൈഡിലും സൈഡ് വൈസ് നമ്മുടെ ബാക്ക് സ്ട്രെച്ചിങ്. രണ്ടാമത്തത് ബോൾ കൺട്രോൾ. സോ ആദ്യം ഗ്രിപ്പിംഗ് ആണ്. ഗ്രിപ്പിങ്ങിൽ 3 എക്സസൈസസ് ഉണ്ട്. അത് ആദ്യം കാണിച്ചു. അടുത്ത സെക്ഷന് ബോൾ കൺട്രോളിങ്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ അടങ്ങിയിട്ടുള്ള 2 എക്സസൈസുകൾ കാണിച്ചു. ഓക്കെ, വൺ ലെഗ് റൊട്ടേറ്റിംഗ്. ഓക്കെ, നെക്സ്റ്റ് വൺ ബോൾ കൺട്രോളിംഗ് ഉള്ള അടുത്ത സെക്ഷൻ ബാലൻസിങ് ആണ്. അപ്പോൾ അതിലേക്ക് കിടക്കാം. അപ്പോൾ നമ്മൾ റൈറ്റിലേക്ക് പോകുമ്പോൾ ലെഫ്റ്റ് ലെഗ് വെക്കുക, അതേപോലെ ലെഫ്റ്റിലേക്ക് പോകുമ്പോൾ റൈറ്റ് ലെഗ് വെക്കുക. അതാണ് അടുത്തത്. ഓക്കെ, റെഡി? ഓക്കെ, സ്പീഡപ്പ്. ഗുഡ്. ഓക്കെ, ഗുഡ്. നെക്സ്റ്റ് വൺ. ഓക്കെ, റെഡി. ഓക്കെ, ഇന്ന് നമ്മൾ പഠിച്ച കാര്യം എന്താ വെച്ചാൽ നമ്മളിപ്പോൾ ആദ്യം വാമപ്പ് പഠിച്ചു, അതേപോലെ തന്നെ ബോൾ കൺട്രോളിങ് പഠിച്ചു. മൂന്നാമത്തെ കാര്യം എന്താ വെച്ചാൽ നമ്മൾ ഗ്രൗണ്ട് ബോൾ ഹാൻഡിൽ ചെയ്യാൻ പഠിക്കാൻ പോവാണ്. അത് ഞാൻ വീട്ടിൽ കാണിച്ചുതരാം. 2 ബോൾ ഞാൻ അവിടെ വെച്ചിട്ടുണ്ട്. ഒന്നിൻ്റെ റൈറ്റ് സൈഡിൽ കാണാം, അതേപോലെ തന്നെ ലെഫ്റ്റ് സൈഡിൽ കാണാം. ഓക്കെ, റൈറ്റിലേക്ക് പോയിട്ട് നമ്മൾ ബോൾ ഡൈവ് ചെയ്ത് പിടിക്കുക, അതേപോലെ തന്നെ ലെഫ്റ്റിലേക്ക് ഡൈവ് ചെയ്ത് പിടിക്കുക. ബോൾ അവിടെ തന്നെ വെക്കണം. റൈറ്റിലേക്ക് പോകുമ്പോൾ നമ്മളെ ബോൾ സ്ട്രൈറ്റ് ആയിട്ട് ഇങ്ങനെ, അതേപോലെ തന്നെ ലെഫ്റ്റിലേക്ക് പോകുമ്പോൾ ഇതേപോലെ തന്നെ. അപ്പോൾ ഇതാണ് ഗോൾ കീപ്പർ ട്രെയിനിങ്ങിൽ ഏറ്റവും ബേസിക് ആയിട്ടുള്ള സെഷന്. നമ്മളിന്ന് വാമപ്പ് നോക്കി, അതുപോലെ തന്നെ ബോൾ കൺട്രോൾ നോക്കി. ബോൾ കൺട്രോളിൻ്റെ അകത്ത് നമ്മൾ ഗ്രിപ്പിങ്ങും അതുപോലെ തന്നെ ബാലൻസ് പരിചയപ്പെട്ടു. ഇതൊക്കെ ഗ്രൗണ്ട് ബോളിന് ആപ്ലിക്കബിൾ ആയിട്ടുള്ള ട്രെയിനിങ് ആണ്. അപ്പോൾ ഇനി ഏതായാലും നമ്മുടെ കോച്ച് എനിക്ക് കുറച്ച് ട്രെയിനിങ്ങും അതുപോലെ തന്നെ ചാലഞ്ചസും കാര്യങ്ങളൊക്കെ തരും. അപ്പോൾ ഇനി നമുക്ക് അതിലേക്ക് കിടക്കാം. സോ ഗോൾ കീപ്പിങ്ങിൽ ഒരു മുൻപരിചയമില്ലാത്ത ഞാനാണ് ഇനി ഗോൾ കീപ്പർ ആകാൻ പോകുന്നത്. സംഭവം ഞാൻ പുള്ളിനെ കൊണ്ട് ചെയ്യിപ്പിക്കേണ്ടതാണ്, പക്ഷേ പുള്ളി ഇഞ്ചേർഡ് ആയതുകൊണ്ടാണ് ഞാൻ ചെയ്യേണ്ടി വന്നത്. എനിവേ നമുക്ക് നമ്മുടെ എൻ്റർടൈൻമെൻറ്റ് സെഗ്മെൻ്റ് ആയിട്ടുള്ള ചലഞ്ചസിലേക്ക് കിടക്കാം. സോ എത്ര ചലഞ്ചസ് ആണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്? 3 ചലഞ്ചസ്. അപ്പോൾ ഈ 3 ചലഞ്ചിലും ഒന്നെങ്കിലും സക്സസ് ആവുന്നുള്ളത് എനിക്ക് ഉറച്ച വിശ്വാസമുണ്ട്. ഒന്നല്ല, ചിലപ്പോൾ 3 ഞാൻ ചിലപ്പോൾ സക്സസ് ആയിട്ട് ചെയ്യും. അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ അടുത്ത കീപ്പർ വീഡിയോയിൽ ട്രെയിനിങ് എൻ്റെ ഭാഗത്തു നിന്നായിരിക്കും. ടെസ്റ്റ് ചെയ്താലും പോസിലുണ്ട്. ഏതായാലും അവൻ്റെ സ്കിൽ എബിലിറ്റി നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഏതായാലും ഫസ്റ്റ് ഞാൻ അവൻ്റെ കയ്യിലേക്ക് ബോൾ എറിഞ്ഞു കൊടുക്കും. അത് കഴിഞ്ഞിട്ട് റിട്ടേൺ ബോൾ വാങ്ങും. എന്നിട്ട് സൈഡിലെ ക്രോസ് ബാർമ തൊട്ടിട്ട് ലെഫ്റ്റിലേക്ക് സേവ് ചെയ്യാം. അതാണ് ചലഞ്ച്, ഫസ്റ്റ് ചലഞ്ച്.
3 ട്രൈ ഉണ്ടാവും. 3 ട്രൈയിൽ ഏതെങ്കിലും ഒന്ന് സേവ് ചെയ്യണം. ഞാൻ ഇങ്ങോട്ടേക്ക് ആക്കാം. എന്റെ സ്ട്രോങ് സൈഡ് റൈറ്റാ. സിമ്പിൾ പരിപാടിയായിരിക്കും കീപ്പറിന്. അയ്യോ 2 ചെയ്തപ്പോഴേക്ക് നടും പുറമൊക്കെ വേദന. ഇത് കരുതും പോലെ എളുപ്പമുള്ള പരിപാടിയല്ല. അപ്രിസിയേഷൻ ടു ഓൾ ഗോൾ കീപ്പേഴ്സ്. വൺ മോർ ട്രൈ. കൊടുത്തിട്ടുണ്ട്. അതിൽ 4 ഒന്നും ചെയ്തു. 3 നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതെ അതെ. ഫസ്റ്റത്തെ ആക്ച്വലി എന്റെ വീക്ക് സൈഡ് ആയിരുന്നു. ലെഫ്റ്റ് കിങ്ക് ചെയ്തിട്ട് ഒരു പരിചയമില്ല, റൈറ്റ് ചെയ്തിട്ട് ഒരു പരിചയമില്ല. എന്നാലും വെറുതെ. ഓക്കെ, നെക്സ്റ്റ് ചലഞ്ച് എന്താണെന്ന് വെച്ചാൽ ഞാൻ അവിടെ ബോൾ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടുന്ന് 3 ട്രൈ കൊടുക്കും. ഇവിടുന്ന് ഷൂട്ട് ചെയ്യും. സേവ് ചെയ്യുമല്ലേ നമുക്ക് നോക്കാം. കാത്തിട്ട് കാണാം. ഓക്കെ, റെഡി? അത് നേരായി പോയിട്ടോ. അവൻ ഏതായാലും 3 എത്തുമ്പോൾ പോരാ. അവന് ഭയങ്കര ഇൻട്രസ്റ്റ്. അപ്പോൾ ഏതായാലും 2 ഷോട്ടും കൂടി കൊടുത്തോ. ഗൈസ്, കിണ്ണം കാച്ചൊരു ഷോട്ട്. സേവ് ചെയ്യുമല്ലോ നോക്കാം. 2 എങ്ങനെ തട്ടിപ്പോയതിന്റെ അഹങ്കാരമായിരുന്നു. അത് പുള്ളി ലാസ്റ്റ് ഷോട്ട് തീർത്തു. എങ്ങനെ ഉണ്ടായിരുന്നു സേവ്സ് ഒക്കെ? 1-2 കൊള്ളാം. ഓക്കെ, ഫോർ ബിഗിനർ 10 എത്ര മാർക്ക്? 10 5 മാർക്ക്. സോ ട്രെയിൻ ചെയ്താൽ ഞാൻ നല്ലൊരു കീപ്പർ ആവും. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി എൻ്റെ ഹൈറ്റ് ഒക്കെ നിന്ന് ഹൈറ്റിലല്ല കാര്യം, വർക്കിലാണ്. 50 സെന്റിമീറ്ററിൽ താഴെയുള്ള ആൾക്കാർ, നിങ്ങളുടെ ആൾക്കാർക്കൊക്കെ മറ്റേ 11ന്റെ പോസ്റ്റിലൊക്കെ കൊടുക്കാൻ പറ്റുമോ? അല്ലെങ്കിൽ ക്രൈറ്റീരിയ മാറി 7s മാത്രമേ ചെയ്യാൻ പറ്റൂ? അങ്ങനെയൊക്കെ ഉണ്ടോ? അങ്ങനെ ഒന്നല്ല. നമ്മളിപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിൽ എനിക്കിപ്പോൾ 175 ഉള്ളൂ. എനിക്കങ്ങനെ നിൽക്കാൻ പറ്റുന്നുണ്ട്. എനിക്കറിയാം ഹൈറ്റ് വലിയ ഇഷ്യൂസ് ഒന്നുമല്ല. പക്ഷേ എന്താ പറയുക, ഒരു കോൺഫിഡൻസ് അതുണ്ടായാലും നമുക്ക് എന്ത് വേണമെങ്കിലും. ചാലഞ്ച് തീർന്നതിന് മുമ്പേ ഇയാളെങ്കിൽ 5 മാർക്ക് തന്നു. അപ്പോൾ ഇതും കൂടി തീരുമ്പോഴേക്കും എൻ്റെ മാർക്ക് എത്ര ആയിരിക്കും നമുക്ക് കണ്ടറിയാം. സിമ്പിൾ ചലഞ്ചാണ്. ചലഞ്ച് എന്താണെന്ന് വെച്ചാൽ 10 ചാൻസ് ബോൾ നമ്മൾ അവൻ്റെ കയ്യിലേക്ക് എറിഞ്ഞെടുക്കും. അത് കറക്റ്റായിട്ട് 10 തുടർച്ചയായിട്ട് പിടിക്കണം. തുടർച്ചയായിട്ട് പിടിക്കാം. ഓക്കെ, ഈസി. ലാസ്റ്റ് 1 ഗോൾ. ഇപ്പോൾ ഇതുവരെയുള്ള സ്കില്ല് വെച്ചിട്ട് 10 എത്ര മാർക്ക്? നേരത്തെ ഒന്നും കൂടിയാണ്. അപ്പോൾ കണ്ടതിൽ ഏറ്റവും നന്നായിട്ട് ചെയ്ത കാര്യം എന്ന് വെച്ചാൽ ക്യാച്ചാണ്. അപ്പോൾ അതിലൊരു 3 മാർക്ക് കൂട്ടി കൊടുക്കാം. ടോട്ടൽ 10-8. ഇതൊരു കാഴ്ചപ്പാടിലാട്ടോ അതുള്ളത്. നോർമലി കീപ്പർ നിൽക്കാൻ അറിയാത്ത ആൾക്കാർക്ക് ഇതൊരു മുൻകൂട്ടി കോൺസെൻട്രേഷൻ ആയിക്കോട്ടെ എന്ന് കേട്ടു. എനിവേ ഗൈസ്, ഇതായിരുന്നു ഇന്നത്തെ വീഡിയോ. നമ്മൾ കുറച്ച് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളുമായി ഷെയർ ചെയ്തു. അതുപോലെ തന്നെ കുറച്ച് ചാലഞ്ചസും കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തി. അത് എല്ലാവർക്കും സാധ്യമാകുമെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. എനിക്ക് പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും തീർച്ചയായും പറ്റും. അപ്പോൾ ഇനിയും എന്റർടൈനിങ് ആയിട്ടുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് ഞങ്ങൾ തിരിച്ചു വരുന്നതായിരിക്കും. അപ്പോൾ അടുത്ത കോണ്ടന്റ് എന്താണ് വേണ്ടത് താഴെ അറിയിക്കുക. ഞങ്ങൾ 2 പേരും ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ പഴയ വീഡിയോസ് ഒക്കെ ചെക്കൗട്ട് ചെയ്യുക. അപ്പോൾ നല്ലൊരു വീഡിയോ വീണ്ടും കാണാം. അതുവരേക്കും ഗുഡ് ബൈ.